ഹലോ ഗൈസ്, 2025 ഡിസംബറിൽ നാട്ടിൽ വന്ന സമയത്ത് തിരുവനന്തപുരം കന്യാകുമാരിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ട്രെയിൻ യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ട്രാവലറിൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ കുറച്ച് പള്ളികളിലൊക്കെ കയറി ക്രിസ്മസ് ലൈറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഒരുവിധം എല്ലാ പള്ളിയിലെ ലൈറ്റും ഓഫായിരുന്നു. പുത്തമ്പള്ളിയിലെ മാത്രം ലൈറ്റാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അതും 12 മണിയായപ്പോൾ അവർ ഓഫ് ചെയ്തു കേട്ടോ. ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയം 12:58 ആയിരുന്നു. 1 അവർ ട്രെയിൻ ലേറ്റ് ആണെന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ലൈറ്റ് 1 അവർ ലേറ്റ് ആണെന്ന് പറഞ്ഞ ട്രെയിൻ ആക്ച്വലി 3 മണിക്കൂറിന് മേലെ ലേറ്റ് ആയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കേട്ടോ. 6:45 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിൻ എത്തിയത് 10:30 കഴിഞ്ഞിട്ടാണ്. അപ്പം തന്നെ ഞങ്ങളുടെ കന്യാകുമാരി ട്രിപ്പ് എന്തായി കാണുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കാമല്ലോ. ഹോളിഡേ ആയതുകൊണ്ട്, സീസൺ ആയതുകൊണ്ട് തന്നെ കന്യാകുമാരിയിൽ തിരുവനന്തപുരത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഹോട്ടലിൽ കയറി റീഫ്രഷായിട്ട് കന്യാകുമാരിക്ക് പുറപ്പെടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്ത് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച് വണ്ടി വിട്ടു. പോകുന്ന വഴിയിൽ പൂവാറം മാൻഗ്രൂവിൽ കയറിയപ്പോൾ അവിടുത്തെ ലൈൻ കണ്ട് കന്യാകുമാരിയിലെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിൽ കയറാതെ നേരെ കന്യാകുമാരിക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആളുണ്ടായിരുന്നു. 12 മണിയുടെ ഫെറിക്ക് ടിക്കറ്റ് എടുത്തവർക്ക് പോലും ഗേറ്റ് പാസ് ചെയ്ത് അപ്പുറത്തോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് തിരക്ക്. 2 ഫെറിയിൽ 1 ഫെറി കേടാവുകയും ചെയ്തു. അപ്പോൾ ഊഹിക്കാലോ, ഒരു കൺട്രോളും ഇല്ലാതെ ജനം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. പിള്ളേരൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടി തിരക്കും ചൂടും ഒക്കെ ആയി മതിയായി വശം കെട്ടും. അങ്ങനെ കുട്ടികളെ ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരുവനന്തപുരം ലുലു മാളിലേക്ക് പോയി. അപ്പോൾ ഡിന്നർ അവിടെ നിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഡിന്നറൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും അവിടുത്തെ എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിലേക്ക് പോയി. ബ്ലൂ കാസിൽ ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റേ ആയിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഡേയിലത്തെ ബെസ്റ്റ് അട്രാക്ഷൻ ബ്ലൂ കാസിൽ ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. കേരള സ്റ്റൈലും വെസ്റ്റേൺ സ്റ്റൈലും ഉണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് ഡേയുടെ പ്ലാനിൽ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ് ജഡായു എർത്ത് സെൻറ്ററിലേക്ക് പോകാനായിരുന്നു കേട്ടോ. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജഡായു എർത്ത് സെൻറ്ററിലേക്ക് തന്നെ നേരെ വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കിനും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ കേബിൾ കാർ ക്യാൻസലാണെന്ന് കേട്ടപ്പോൾ കുറേ പേര് തിരിച്ചു പോയിട്ടോ. നല്ല കാറ്റുള്ളത് കൊണ്ടാണ് കേട്ടോ കേബിൾ കാർ ക്യാൻസലാക്കിയത്. അങ്ങനെ ഞങ്ങൾ ആരോഗ്യമുള്ള നടക്കാൻ കഴിയുന്നവരൊക്കെ സ്റ്റെപ്പ് കയറി ഓൾമോസ്റ്റ് 900 സ്റ്റെപ്സ് കയറി കുറച്ച് പാറയൊക്കെ കയറി മുകളിലെത്തി. അപ്പോൾ ഈ ജഡായു എർത്ത് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലം രാവണൻ സീതേനെ കട്ടുകൊണ്ട് പോയപ്പോൾ ഒരു ഹെവൻലി ഈഗിൾ, ഒരു ബേർഡ് അവരെ തടയാൻ ശ്രമിച്ചു. ആ ബേർഡിൻ്റെ ചിറകരിഞ്ഞ് വീഴ്ത്തി. അപ്പോൾ ആ ബേർഡ് വീണ റോക്ക് ഇവിടെയാണെന്നാണ് ഐതിഹ്യം. അങ്ങനെ ഞങ്ങൾ ജഡായു റോക്കിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ആ മലയുടെ മുകളിലാണ് ഇപ്പോൾ വല്ലാത്ത ഒരു കയറ്റമായിരുന്നു. കാറ്റ് കാരണം കേബിൾ കാർസ് ക്ലോസ്ഡ് ആണ്. അവിടെ ഒരു ശ്രീരാമൻ്റെ ഒരു അമ്പലത്തിനകത്ത് 13 അടി ഉയരമുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ പ്രതിമയുണ്ട്. പിന്നെ ഒരു 3 അടി ഉയരത്തിലുള്ള ചെറിയ പ്രതിമയുണ്ട്. അപ്പോൾ വലിയ പ്രതിമയിൽ ഡെയിലി പൂജയും പാലഭിഷേകവും ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ചെറിയ പ്രതിമ വെച്ചിട്ട് പൂജ ചെയ്യുന്നത്. അവിടെ അമ്പലത്തിൽ തൊഴാനുള്ള സമയമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ കുട്ടി പ്രതിഷ്ഠകളുണ്ട്. അതിൽ ഹനുമാനുണ്ട്, സീതാദേവിയുണ്ട്, പിന്നെ ഈ ജഡായു ഉണ്ട്. അങ്ങനെ പിന്നെ ശ്രീരാമൻ്റെ കാല് പതിഞ്ഞു എന്ന് പറഞ്ഞ ഒരു പാറയ ചില്ലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ മല കയറി വരുമ്പോൾ കേട്ടോ. അപ്പോൾ മ്യൂസിയത്തിനകത്ത് എന്തോ പണി ഉണ്ടായിരുന്നത് കൊണ്ട് അതിനകത്തോട്ട് കയറാൻ പറ്റിയില്ല, അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ അമ്പലം. അമ്പലവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ ഇതിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് മെയിൻ പ്രതിഷ്ഠ. അതിനുള്ളിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ശ്രീരാമൻ്റെ കാല് ഇതാണ് കേട്ടോ. അങ്ങനെ ഇത്രയും അടി ഉയരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ മല കയറ്റവും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയൊക്കെ. ചെറുപ്പം കുട്ടികൾ എപ്പോഴും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും സെക്കൻഡ് ഡേ ട്രിപ്പ് ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ് കേട്ടോ. ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ് പോയത്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഒരു ദിവസം മുഴുവൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആ സ്ഥലത്തുണ്ട്. ഞങ്ങൾ വെടിവെപ്പ് മത്സരവും അമ്പെയ്ത്ത് മത്സരവും ഒക്കെ ചെയ്തു. പിന്നെ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇട്ടൊരു സ്ഥലമുണ്ട്. അപ്പം ഞാൻ മാത്രം അതിൻ്റെ മുകളിൽ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ ഒന്ന് വാക്ക് ചെയ്തു, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. പിന്നെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, അവിടെ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ എന്തോ ഒരു 3D 4D എന്തോ ഒരു ഷോ കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഡേ ഫ്ലോപ്പ് ആയെങ്കിലും സെക്കൻഡ് ഡേ ഞങ്ങൾ അടിച്ചൊളിച്ചു. അവിടുന്ന് ഞങ്ങൾ കനകക്കുന്ന് പാലസ് കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കനകക്കുന്ന് പാലസിൽ മാനവീയം 2025 എന്നോ 2026 എന്നോ പറഞ്ഞ് ഭയങ്കര ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം അവിടെ ഭയങ്കര തിരക്കും ക്യൂ. ഞങ്ങൾ എത്തിയത് ഓൾമോസ്റ്റ് ഒരു 6:30-ക്കാണ്. ഞങ്ങളുടെ ട്രെയിൻ 8:30-ക്കായിരുന്നു. അപ്പോൾ അവിടെ ലൈനിൽ നിന്ന് അകത്ത് പോയി കാണാനുള്ള സമയമില്ല. അപ്പം ഞങ്ങൾ പുറത്തു നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വണ്ടിയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ പോയി. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തിനോട് ബൈ ബൈ പറഞ്ഞ് തൃശ്ശൂർക്ക് തിരിച്ചുള്ള ട്രെയിൻ ഓൺ ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ പുലർച്ചെ 2:30-ക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ 2 ദിവസത്തെ ട്രിപ്പും കഥകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.